നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. നേരത്തെ ആര്യ ബെഡായിര് നമ്മുടെ ലൈവ് സത്യം പറഞ്ഞാൽ 35 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ലൈവാണ് കേട്ടോ. അത് ഞാൻ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി രാത്രി ശ്രമിച്ചു, പക്ഷെ അത് ഒരുപാട് സമയം എടുക്കും എന്നുള്ളത് കൊണ്ട് ഞാനത് പോസ്റ്റ് ചെയ്തില്ല. അവിടെ ആര്യ ബെഡായും സിബിനുമായിട്ടുള്ള ലൈവിൽ സത്യം പറഞ്ഞാൽ ഒരു 3-4 കാര്യങ്ങൾ, ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്ത് പറയുന്ന 4 കാര്യങ്ങളുണ്ട്. ആ 4 കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യണം. ഒന്ന്, ആര്യയ്ക്ക് ഈ പറയുന്ന ജാഫർ ഖാൻ കൊടുത്ത ഒരു ഭീഷണി. ആ ഒരു വോയിസ് ക്ലിപ്പ്, അതായത് സിബിൻ അയച്ചു കൊടുത്ത വോയിസ് ക്ലിപ്പ്, അതൊരു ഭീഷണി തന്നെയാണ്. ആര്യയ്ക്കും സിബിനുമായിട്ട് ജാഫർ ഖാൻ ഗുണ്ടയാണോ? പലർക്കും ഭീഷണി കൊടുക്കുന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട്. യൂട്യൂബേഴ്സിന്റെ പിന്നീട് കമന്റിൽ വന്ന് തള്ളക്കി വിളി. ഇനി എന്റെ കമന്റിൽ എപ്പോഴാണ് വന്ന് തള്ളക്കി വിളിക്കുന്നത് അറിഞ്ഞൂടാ. പിന്നെ അപ്പോ ആര്യയ്ക്ക് കൊടുത്ത ഭീഷണി. രണ്ടാമത്, സായിയോട് പിന്നെ ഈ ജാഫർ ഖാൻ പറഞ്ഞു വിട്ട ഒരു സാധനം. ആരടുത്ത്? നമ്മുടെ ജാസ്മിനോട് പറയാൻ വേണ്ടിയിട്ട് സായിയോട് പറഞ്ഞു വിട്ട ഒരു സാധനം. മൂന്നാമത്, ഗബ്രിക്ക് കൊടുത്ത ഭീഷണി. നാലാമത്തെ കേസ് ടെഡി ബിയർ എങ്ങനെ അകത്ത് കയറി. അതായത് എല്ലാം ഭീഷണിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. സായിയുടെ കാര്യം ഒഴിച്ച് ബാക്കി 3 ഭീഷണിയാണ്. അതായത് ഏഷ്യാനെറ്റിൽ പോയി ഭീഷണിപ്പെടുത്തി, എനിക്ക് ടെഡി ബിയർ കയറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എന്റെ മോളെയും പിടിച്ചുകൊണ്ട് ഇറങ്ങി പോകും എന്നുള്ള ഭീഷണി. ഇങ്ങനെ 4 കാര്യങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആര്യയുടെ ലൈവ് വഴി നമുക്ക് അറിയാൻ സാധിച്ചത്. അല്ലെങ്കിൽ വെളിപ്പെട്ടത് 4 കാര്യങ്ങളാണ്. അപ്പം ചില്ലറക്കാരനല്ല നമ്മുടെ ജാഫർ ഖാൻ, ചില്ലറക്കാരനല്ല എന്നുള്ളതാണ് നമുക്കിവിടെ അറിയാൻ സാധിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജാഫർ ഖാൻ ആ ഒരു വോയിസിൽ, അതായത് കൊടുത്ത ഭീഷണിയിൽ അവസാനം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞോ എന്നൊരു സാധനം പറഞ്ഞു. അവിടെയാണ് ജാഫർ ഖാൻ പെട്ടുപോയത്. കാരണം പിന്നീട് ആരെയും സിബിനും പറയുന്നുണ്ട്, ഇത് നിങ്ങളെ ആരും പിന്നീട് നിങ്ങളെ ആരും കരിവാരി തേക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല, പക്ഷെ അല്ലാതെ നടന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. സത്യത്തിൽ നടന്ന കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങൾ നെഗറ്റീവ് ആയിക്കൊള്ളും എന്ന് വളരെ വ്യക്തമാണ്. അത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. മനസ്സിലായോ? അവരെ ഈ പറഞ്ഞതുപോലെ വളരെ കൃത്യമായിട്ട് വോയിസ് വെച്ചിട്ടൊക്കെ സംസാരിച്ചു. അതുകൊണ്ട് തന്നെ നടക്കാത്ത കാര്യങ്ങളൊന്നും അല്ല, ചുമ്മാ നടന്ന കാര്യങ്ങൾ തന്നെയാണ് അവർ പറയുന്നതെന്ന് എനിക്ക് ആ കോൺവെർസേഷനിലെ ലൈവ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ താങ്കൾ എന്താണെന്നുള്ളത് അറിയട്ടെ എന്നുള്ളതാണ്. നിങ്ങൾ കള്ളത്തിന്റെ മേളിൽ ഇങ്ങനെ പോണ്ട. സത്യമായിട്ട് പോട്ടെ. എന്താണ് നടന്നത്, ആക്ച്വലി നടന്നതെന്ന് ജനങ്ങൾ അറിയണം. മനസ്സിലായോ? അല്ലാതെ കള്ളത്തരങ്ങൾ വോയിസ് ഒക്കെ ഇട്ട് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് പിന്നെ അഡ്മിനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ മാനിപ്പുലേറ്റ് ചെയ്ത് വോട്ട് പിടി നടത്തിക്കില്ല. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കേൾക്കാം. ആദ്യം ആര്യയ്ക്ക് പുള്ളി അയച്ചു കൊടുത്ത, അല്ലെങ്കിൽ സിബിൻ അയച്ചു കൊടുത്ത ഒരു ഭീഷണിയുണ്ട് ആര്യയ്ക്ക് വേണ്ടിയിട്ട്. ആര്യയെ പോയിന്റ് ഔട്ട് ചെയ്ത് അത് ആദ്യം ഒന്ന് കേൾക്കാം. സിബിനെ, ഞാൻ ആര്യയോടും നിങ്ങളോടൊക്കെ വളരെ മര്യാദയ്ക്കാണ് ഇടപെട്ടേക്കുന്നത്. എന്നെ കുറിച്ച് ആവശ്യമില്ലാത്ത, ഞാൻ പറഞ്ഞല്ലോ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ലൈവിൽ വന്നിരുന്ന് പിന്നെ ആര്യയോട് എന്തെങ്കിലും എന്നെ കുറിച്ച് ആവശ്യമില്ല. ഞാൻ നിങ്ങളോട് ഒരു വെറുപ്പോ ഒരു വൈരാഗ്യമോ ഒന്നും വെച്ച് ഞാൻ പുലർത്തിയിട്ടില്ല. മര്യാദയ്ക്ക് സംസാരിച്ചിട്ടേ ഉള്ളൂ. മര്യാദയ്ക്ക് സംസാരിച്ച് നമ്മൾ മര്യാദയ്ക്ക് പിരിഞ്ഞാണ്. പിന്നെ ടെഡി ബിയർ എങ്ങനെ കൊടുത്തതെന്നോ ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. പിന്നെ എന്താണെന്ന് എനിക്ക് പറയേണ്ട കാര്യമില്ല. എന്നെ കുറിച്ച് ആവശ്യമില്ലാത്ത ലൈവിൽ എന്തെങ്കിലും പറയുമ്പം പിന്നെ ചുമ്മാ ഞാനും കയറിയിരുന്ന അതും ഇതൊക്കെ പറയും. ഞാൻ നിങ്ങളെ ആരെ ഉപദ്രവിക്കാൻ പറ്റില്ല, എന്നെ ഉപദ്രവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞേക്കണം കേട്ടോ. ആവശ്യമില്ലാതെ എന്നെ ഉപദ്രവിക്കാൻ പറ്റരുത്. ഞാൻ നിങ്ങളെ ആരും ഒരു കാര്യത്തിന്, ഷിബിനൊക്കെ എന്റെ മോളെ കുറിച്ച് പച്ചയ്ക്ക് പറഞ്ഞേക്കുന്ന എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. പക്ഷെ അതൊന്നും നിങ്ങളെ കണ്ടിട്ട് അതിനെക്കുറിച്ച് ഒന്നും ഞാൻ നിങ്ങളോട് ആരോടും ഒന്നും ചോദിച്ചില്ല. അത് ഞാൻ മടയനാണു എന്ന് ധരിക്കരുത്. അപ്പൊ ഞാൻ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് ആരോടും കയറി വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ ലൈവിൽ പോവുകയോ എന്തെങ്കിലും പോവുകയോ, ഞാൻ ആര്യ ഉണ്ടായിരുന്നെന്ന് മാത്രമേ ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളൂ. വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ആര്യെ കുറിച്ചൊന്നും. ആവശ്യമില്ലാത്ത ഞാൻ പറയാത്ത കാര്യങ്ങളും അത് ഇതൊക്കെ കയറി ഇരുന്ന് പറയരുത്. ഉള്ള കാര്യം ഞാൻ പറയുന്നത്. ഇതാണ് ആദ്യം ആര്യയ്ക്ക് കൊടുത്തത്. ഇത് സത്യം ത്രിട്ടണിങ് തന്നെയാണ്, ഇതൊരു ഭീഷണി തന്നെയാണ്. ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊണ്ട് വന്ന് ലൈവിൽ വന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും എന്നാണ് ഈ പറയുന്ന ജാഫർ ഖാൻ പറയുന്നത്. മനസ്സിലായോ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയരുത്. നിങ്ങൾ അവിടെ വന്ന് ലൈവിൽ വന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും. പിന്നീട് അവർ പറയുന്നുണ്ട് ടെഡി ബിയറിന്റെ കേസ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. എന്താണ് ടെഡി ബിയറിന്റെ കേസ്? നിങ്ങളുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ലൈവിൽ ഇരുന്ന അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും തിരിച്ചു പറയും എന്നുള്ള തൊട്ടണെങ്കിൽ തന്നെയാണ്. ആവശ്യമില്ലാതെ എന്റെ അടുത്ത് ചൊറിയാൻ പറ്റില്ല, ഞാൻ തിരിച്ചു കയറി ചൊറിയുമെന്ന് തന്നെയാണ് അതിലുള്ളത്. അതൊന്ന്. രണ്ടാമത്, ഇനി സായിയോട് പറഞ്ഞു വിട്ട സാധനം, അതും കേൾക്കാം. അങ്കിൾ പെർമിഷൻ തന്നിട്ട് അത് ഞാൻ ആക്ച്വലി സായി അകത്ത് കയറുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ട് ഞാനാണ് സായിയെ വിളിച്ച് പറഞ്ഞത്, അകത്ത് പോയിട്ട് നീ ജാസ്മിനോട് ഞങ്ങളുടെ എതിർപ്പ് അറിയിക്കണമെന്ന്. അതിന്റെ പേരിലാണ് സായി ആക്ച്വലി ആ വീടിനുള്ളിൽ ജാസ്മിനെ ഇരുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞപ്പോൾ തന്നെ ബിഗ് ബോസ് ഇടപെട്ട് പുറത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ലെന്ന് പറയും. സായിയെ പണിഷ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ജാസ്മിൻ ജയിലിലേക്കാണോ നോമിനേഷനിലേക്കാണോ എന്നറിയില്ല, സായിനെ നോമിനേറ്റ് ചെയ്തപ്പോൾ ഈ റീസൺ പറഞ്ഞു, വെളിയിലെ കാര്യങ്ങൾ എന്റെ അടുത്ത്. അപ്പൊ അങ്കിള് പറഞ്ഞു ആ സമയത്തെങ്ങാനും എന്റെ മോളെ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ കാണായിരുന്നു എന്ന് അങ്കിള് വളരെ വ്യൂസ് ഒക്കെ നടക്കുന്നത് കണ്ടു.
ഇവിടെ അതായത് സായിയുടെ പുറത്ത് നടക്കുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ ഗബ്രിയുമായിട്ടുള്ള വിഷയങ്ങൾ ഇവിടെ നമുക്ക് ആർക്കും ഇഷ്ടമില്ല എന്നുള്ളത് പറയണം, അവളെ ധരിപ്പിക്കണം എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ ആരാണ്? നമ്മുടെ ജാഫർ ഖാൻ ആണ് എന്നാണ് ഇപ്പോഴത്തെ പുതിയ വെളിപ്പെടുത്തൽ. അതായത് അതിന് മുമ്പേ സായിയെ വരെ ഒരു സീക്രട്ട് ഒരുത്തം ഇന്ന് കാറിലിരുന്നു മറ്റേ ചെയ്യുന്നു, അവൻ എന്റെ കൈ കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ ആള് സായി പോണു എന്ന് പറഞ്ഞപ്പോൾ സായിയെ വിളിക്കുകയോ അല്ലെങ്കിൽ സായി ഇങ്ങോട്ട് വിളി എന്തോ ആയിക്കോട്ടെ സായിയുടെ അടുത്ത് പറഞ്ഞു വിട്ടു. ഈ പറയുന്ന മോളെടുത്ത് ഇത് പറഞ്ഞ് മനസ്സിലാക്കണം. ശരിയാണ്, ഒരു അച്ഛന്റെ കൺസേൺ ആയിട്ട് നമുക്കത് കാണാം. മോളെ പറഞ്ഞ് തിരുത്തണം എന്നുള്ള കേസ്. പക്ഷെ എനിക്ക് പറയാനുള്ളതൊന്ന്, എന്നിട്ട് അവൾ പറയുന്നത് എന്നിട്ട് എന്ത് ചെയ്തു, ഈ ജാസ്മിൻ എന്ത് ചെയ്തു, ഈ കാര്യം പറഞ്ഞ് ജാസ്മിൻ അന്ന് നോമിനേറ്റോ എന്തോ ചെയ്തു, അന്ന് ലാസ്റ്റ് അന്ന് നോമിനേറ്റ് ചെയ്തു. അപ്പൊ അന്ന് എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അവൾ അടിച്ച് കയറ്റി കൊടുത്തതിന്, കിട്ടിയിരുന്നെങ്കിൽ അവളെ ശരിയാക്കിയതിന് എന്നൊരു കമന്റ് പറഞ്ഞു. പക്ഷെ എനിക്ക് ചോദിക്കുന്നതല്ല, ഇപ്പോ അകത്ത് കയറിയപ്പോ ഈ ജാഫർ ഖാൻ വന്നിട്ട്, അതായത് പിന്നീട് ജാസ്മിൻ ചോദിക്കുന്നുണ്ട് സായി ഇങ്ങനെ വന്നൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ വിട്, അതൊക്കെ അവന്മാർ ഗെയിമിന് വേണ്ടി പറയുന്നതാണ് എന്ന് നമ്മുടെ ജാഫർ ഖാൻ നമ്മുടെ ജാസു മോളടുത്ത് പറയുന്നുണ്ട്. കൊച്ചു കള്ള. അടുത്ത് വന്ന ഗബ്രിക്ക് കൊടുത്തൊരു ഭീഷണിയാണ്, അതും നമുക്ക് കേട്ട്. ഗബ്രീനെ അങ്കിൾ ഫോൺ ചെയ്ത് ഗബ്രിയോട് പറഞ്ഞു, മോനെ ഇനി നീ ജാസ്മിനെ കുറിച്ച് പബ്ലിക്കിൽ സംസാരിക്കരുത്, നീ ഇപ്പൊ ഈ ഉമ്മ കൊടുക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും തെറ്റാണെന്ന് നീ ഇനി സംസാരിക്കണ്ട, നീ ഓൾറെഡി സംസാരിച്ചല്ലോ ഗെയിമിനകത്ത്, മതി, ഡൺ, ഇനി എന്റെ മോളുടെ പേര് നീ പുറത്ത് പറയരുത്. ന്യായമായിട്ടുള്ള ഒരു ആവശ്യം. ഗബ്രി തിരിച്ചു പറഞ്ഞു, അതെ ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. ആ മാറ്റർ അവിടെ തീർന്നു. അപ്പോ ഇവിടെ എത്രയേ ഉള്ളൂ. ഗബ്രി ഈ പറയുന്ന ഗബ്രി കൊടുത്ത ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്തു, ഗബ്രിയെയും വിളിച്ച് എന്ത് ചെയ്തു, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നീ ഇത്രയും കാലം മോളെ വെച്ച് നീ കുറെ ഉണ്ടാക്കിയല്ലോ, അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞല്ലോ, നീ ഇനി പുറത്ത് വന്ന് ഈ ഉമ്മ വെച്ചതും അല്ലെങ്കിൽ കടിച്ചതും പിടിച്ചതും ഒന്നും വെളിയിൽ വിടണം, ഇനി നീ അവന്റെ അടുത്ത് പറയണം, ഇനി ഒരു ഇന്റർവ്യൂസിന് പോലും എന്റെ മോളെ പേര് നീ വലിച്ചിടരുത് എന്ന് ഗബ്രിക്കും ഒരു ഭീഷണി കൊടുത്തിട്ടുണ്ട്. അതിനെയും ഞാൻ ഒരു ഫാദറിന്റെ കൺസേൺ ആയിട്ട് തന്നെ കാണുന്നു. ഏത് ഫാദർ ആയാലും എന്ത് ചെയ്യും, അങ്ങനെ വിളിച്ച് ഇവൻ ഓടി നടന്നുകൊണ്ട് വീണ്ടും അവളെ നാട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും, പറഞ്ഞു പോകും. ഏത് അച്ഛനും പറഞ്ഞു, അതിൽ എനിക്ക് ഒരു പരാതിയില്ല. പക്ഷെ ഗബ്രിക്ക് വിളിച്ച് 2 കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അറിയുന്നതിൽ സന്തോഷം. മനസ്സിലായല്ലോ. അപ്പൊ ഗബ്രിയുടെ ഫാൻസുകളൊക്കെ അറിയുക, ഗബ്രിക്കും ഭീഷണി കിട്ടിയിട്ടുണ്ട്. അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ടെഡി ബിയർ എങ്ങനെ അകത്ത് കയറി എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അതേക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് നോക്കാം. About the ബൊമ്മ അങ്കിള് പറഞ്ഞു, ഈ ബൊമ്മ ആക്ച്വലി നേരത്തെ അവിടെ കൊടുത്ത പേര് നമ്മൾ പറയില്ല കേട്ടോ, അയാള് ഗെയിമുമായിട്ട് യാതൊരു ബന്ധമല്ല. അതെ, പേര് പറയുന്നില്ല. അദ്ദേഹം കൊടുത്തയച്ച ബൊമ്മ നേരത്തെ നമ്മൾ അവിടെ കൊടുത്തു, ഇവരകത്തേക്ക് വിട്ടില്ല, ഇവരകത്തേക്ക് കൊടുത്തില്ല. അതെന്തുകൊണ്ട് കൊടുക്കാത്തതെന്ന് അങ്കിൾക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അങ്കിൾ അവിടെ ചെന്നതിന് ശേഷം ഇതിന്റെ ക്രിയേറ്റീവ് ഡയറക്ടറിനെ കണ്ടു സംസാരിച്ചു. അയാളോട് പറഞ്ഞു എന്തുകൊണ്ട് ബൊമ്മ നിങ്ങൾ കൊടുത്തില്ല എന്ന് പറഞ്ഞപ്പോ അവരത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഇതിന്റെ ഒരു കോർഡിനേറ്റർ ഉണ്ട്, അതായത് ഒരു ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ, പേരും പറയുന്നില്ല. ആർട്ടിസ്റ്റ് കോർഡിനേറ്ററിനുമായി ഇവര് അങ്കിള് ദേഷ്യപ്പെട്ടു എന്നാ പറഞ്ഞു ഞങ്ങളോട് ദേഷ്യപ്പെട്ടു. അങ്ങനെ ഞാൻ ആ ബൊമ്മ ഇല്ലാതെ അകത്ത് കയറില്ല, ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്റെ മോളെ വിളിച്ചോണ്ട് ഞാൻ പുറത്തിറങ്ങി പോകും എന്നൊക്കെ പറഞ്ഞ അങ്കിള് പ്രശ്നമാണ്. റിട്ടേൺ ടിക്കറ്റ് എടുത്തോളാം പറഞ്ഞു. ആ ബൊമ്മ ഉള്ളിൽ കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് ഞങ്ങൾ തിരിച്ചു പോകും, ജാസ്മിന്റെ ഫാമിലി കയറുന്നില്ല, നിങ്ങൾ വേണമെങ്കിൽ അടുത്തത് ജാസ്മിനെ ഇറക്കി വിട്ടോ എന്ന് അങ്കിള് അവിടെ പറഞ്ഞു എന്ന് അങ്കിള് ഞങ്ങളോട് പറഞ്ഞു. അതിന്റെ പേരാണ് ക്ലിയർ ആയല്ലോ. ഈ ബൊമ്മ എങ്ങനെ അവിടെ എത്തിയത്? ഇവിടെ കുറെ കഥകൾ നടക്കുന്നുണ്ട്. അതായത് ആരാണ്, അഫ്സലാണ് ഈ ബൊമ്മ അങ്ങ് കൊടുത്തു വിട്ടത്. ഇപ്പൊ ഞാൻ പറഞ്ഞ ക്ലിയർ ആയല്ലോ, മുമ്പേ കൊടുത്തു വിട്ട ബൊമ്മയാണ്. ഈ ബൊമ്മയും കൊണ്ട് എന്നെ കയറാൻ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, തിരിച്ചു പോകും. ഞാൻ റിട്ടേൺ ടിക്കറ്റ് അടിച്ച് ഞാൻ തിരിച്ചു പോകും. അതിനോടൊപ്പം എന്റെ മോളെയും കൂടി കൊണ്ടുപോകും. എന്റെ മോളെ നിങ്ങൾ ഇറക്കി വിട്ടോ, എന്റെ മോളെയും കൂടി ഞാൻ കൊണ്ടുപോകുമെന്ന് ആരെ ഭീഷണിപ്പെടുത്തി? ഈ പറയുന്ന ഏഷ്യാനെറ്റിനെ ഭീഷണിപ്പെടുത്തി. ആ ഭീഷണിയിൽ വഴങ്ങിയാണ് ഏഷ്യാനെറ്റ് ഇവരെ ഈ ബൊമ്മയും കൊണ്ട് അകത്തോട്ട് കയറ്റാൻ സമ്മതിക്കുന്നത്. മനസ്സിലായോ? ബൊമ്മ ഏഷ്യാനെറ്റ് പറഞ്ഞു ആദ്യം ഈ ബൊമ്മയെ അകത്ത് കയറ്റാൻ സമ്മതിക്കില്ല, പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ജാഫർ ഖാൻ അവിടെ ഭീഷണി മുഴക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തത്, ജാഫർ ഖാനെ ബൊമ്മയുമായിട്ട് അതിനകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് അനുവദിച്ചത്. അല്ലാതെ ഈ പറയുന്ന നമ്മുടെ ആരാണ് അഫ്സല് കൊടുത്തു വിട്ടതല്ല. ഞാൻ ഇവിടെ ഇപ്പോഴും പ്രാണനാഥയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്, വേഴാമ്പലിനെ പോലെ. ഈ ബൊമ്മ കൊണ്ടുകൊടുത്ത് പഴയ ഓർമ്മകൾ അവളിൽ ഉത്തേജിക്കട്ടെ, പഴയ ഓർമ്മകൾ അവൾക്ക് ഉണ്ടാവട്ടെ. ഗബ്രിയെ കളഞ്ഞുകൊണ്ട് വീണ്ടും ബൊമ്മയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്റെ കാമുകി എനിക്ക് തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞ് അഫ്സല് കൊടുത്തു വിട്ടതല്ല. അഫ്സൽ ഇതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. ഇത് ഈ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പേ 2 ദിവസം മുമ്പേ എന്ത് ചെയ്തതാണ്, കൊടുത്തുവിട്ട സാധനമാണ്. ഇപ്പൊ ഇത് ക്ലിയർ ആയല്ലോ. അങ്ങനെയാണ് ബൊമ്മയുമായിട്ട് എന്ത് ചെയ്ത് ജാഫർ ഖാനും ഫാമിലിയും അതിനകത്തേക്ക് കയറുന്നത്. അതും
ഈ പറഞ്ഞ സംഭവം ഒരു ഫാദറിന്റെ കൺസേൺ ആയിട്ട് ഞാൻ കരുതുന്നു. ഏത് ഫാദറും അങ്ങനെ ചെയ്യും. എങ്ങനെയെങ്കിലും വഴിതെറ്റി പോകുന്ന എന്റെ മോളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചതാണ് എന്നുള്ളത്. പക്ഷെ ഇവിടെ വരുന്ന കള്ളത്തരങ്ങൾ പറഞ്ഞു. അവർ ഇങ്ങനെയാണ് അവർ ഫോൺ ചെയ്തത്, അവർ ഇങ്ങോട്ട് വന്നാണ് പിന്നെ എനിക്ക് ഫോട്ടോസ് എടുത്തത്, മറ്റതാണ് മറിച്ചതാണ്, ആ ലെവലിലേക്കൊക്കെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ മാപ്പ് പറഞ്ഞു പിന്നീട് എന്നൊക്കെ പറയുമ്പോൾ അതൊരു മാനിപ്പുലേഷൻ ആയിപ്പോ. മനസ്സിലായോ? അപ്പൊ സിബിന്റെ ഭാഗത്താണ് തെറ്റെന്ന് ആൾക്കാർ വിചാരിച്ചു പോകും. അതുണ്ടാവാൻ പാടില്ല. അപ്പൊ സത്യമായിട്ട് വെക്കുക. അപ്പൊ ഈ പറയുന്ന ജാഫർ ഖാൻ നിരത്തി എല്ലാരെയും വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. നീ ഇത് ചെയ്തില്ലെങ്കിൽ അത് ചെയ്യും, നീ ഏഷ്യാനെറ്റിനെ ഒരു ഭീഷണിപ്പെടുത്തി. കാരണം ജാഫർ ഖാൻ അറിയാം അവിടെ ഈ ജാസ്മിൻ ഇല്ലെങ്കിൽ ഇല്ല, സീസൺ 6 ഇല്ല എന്ന് വളരെ വ്യക്തമായി ആർക്കറിയാം? ജാഫർ ഖാൻ അറിയാം. ജാസു പുറത്തായി കഴിഞ്ഞാൽ TRP ഇടിയും. അത് വളരെ വ്യക്തമായിട്ട്, അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും. നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ TRP ആണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്തു? അതിനുവേണ്ടി എന്ത് ചെയ്തു? ജാഫർ ഖാൻ ഫൈറ്റ് ചെയ്തു. എനിക്ക് ബൊമ്മയും കൊണ്ട് കേറിപ്പോയില്ല, അനുവദിച്ചില്ലെങ്കിൽ എന്റെ മോളെയും കൊണ്ട് ഞാൻ ഇവിടെ പറക്കും, നിങ്ങളുടെ ബിഗ് ബോസ് പൊട്ടിപ്പാളീസാവും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് കയറ്റിയത്. അപ്പൊ എന്തായാലും ഈ പറയുന്ന ആര്യയുടെ നമ്മുടെ ലൈവ് വഴി നമുക്ക് 4-5 കാര്യങ്ങൾ വെളിപ്പെട്ടു. അന്ന് ഏറ്റവും കൂടുതൽ വെളിപ്പെട്ട ഒരു കാര്യം ജാഫർ ഖാന്റെ ഭീഷണിയാണ്. ഞാനും ഒരു ഭീഷണി പ്രതീക്ഷിച്ചിരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.